നമ്മളിന്ന് കാറായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കാണ്. നമ്മളൊരു ബീച്ച് അവിടേക്കാണ് എത്തിയിട്ടുള്ളത്. സ്നേഹതീരത്തിൻ്റെ അടുത്തൊരു ബീച്ചാണ്. അപ്പോൾ വണ്ടി ഇന്നൊന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവനെ ഇന്ന് കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമ്മൾ എന്തായാലും ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ MVD പിടിക്കാതെ എന്തൊക്കെ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാം, അതാണിപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറേ വണ്ടികൾ നിങ്ങൾ മോഡിഫൈഡ് കണ്ടിട്ടുണ്ടാവും. സിവിക്ക് പ്രത്യേകിച്ച്, കാരണം സിവിക്ക് ഒരുപാട് മോഡിഫൈ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊക്കെ MVDക്ക് പ്രശ്നമുണ്ട്, അതായത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അലൗ ചെയ്ത് ഏതൊക്കെയാണ്, അലൗ ചെയ്യാത്ത ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് പറയാൻ പോണത്. അതിൽ ഫസ്റ്റ് നമ്മളെപ്പോഴും പറയുന്നതാണ് അലോയ്സ് അല്ലെങ്കിൽ ടയർ. ഇപ്പോൾ ഇത് അലോയ്സാണ്. ഇത് ഓൾറെഡി കമ്പനിയുടെ സ്റ്റോക്കിലുള്ള അലോയ്സാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇടുന്ന കുഴപ്പമില്ല, ഇതൊരു പ്രശ്നമില്ലാത്തതാണ്. പക്ഷേ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അലോയ്സ്, അതായത് ഈ ഒരു ഇതിന് വിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അലോയ്സ് MVD സമ്മതിക്കില്ല. അതേപോലെ തന്നെ ലോ പ്രൊഫൈൽ ടയർ അതിങ്ങനെ ഔട്ട് സ്പേസ് വെച്ചിട്ട് പുറത്തേക്ക് നിൽക്കുന്നതും അലൗഡ് അല്ല. ബാക്കിയെല്ലാം ഒരു മിതം ഉള്ളിലേക്ക് നിൽക്കുന്നത് ഏത് മോഡൽ ടൈപ്പ് ഇതായാലും അലോയ്സ് ഒന്നും പ്രശ്നമില്ല. ഒപ്പം തന്നെ ചില വണ്ടികൾ, ഇപ്പോൾ മാരുതിയുടെ സ്വിഫ്റ്റ് നമ്മുടെ ബേസ് മോഡൽ, അതായത് LXയിൽ 14 ഇഞ്ചാണ് അതിൻ്റെ അലോയ് വരുന്നത്. പക്ഷേ അത് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 16 ഇഞ്ചാവും. അങ്ങനെ ഇഞ്ച് വ്യത്യാസം വരുന്നതൊന്നും പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെയാണ് അലോയ്സിന് മെയിനായിട്ട് വരുന്നൊരു വ്യത്യാസം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഇത് ബേസ് ഡ്രമ്മായിട്ട് വെച്ചിട്ടുള്ളത് സാധാ അലോയാണ്, കമ്പനിയുടെയാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ അലോയ്സിൻ്റെ പറഞ്ഞു. അപ്പോൾ അത് എന്താണ് MVD സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും, സേഫ്റ്റിക്ക് കുഴപ്പമില്ല, അതായത് സ്റ്റെബിലിറ്റി കുറയും. അതൊക്കെയാണ് MVD ഈ ഒരു അലോയ് വീൽ ഇടുന്നതിൻ്റെ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അലോയ് വീൽ ഇടുന്നതിൻ്റെ കാരണം പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ്, അതായത് നമ്മുടെ സ്റ്റെബിലിറ്റി കുറയും, RPM ബാധിക്കും, ഇതൊക്കെ ഉള്ളത് കൊണ്ട് MVD ഇത് സമ്മതിക്കാത്തത്. ഇനി അടുത്തത് പറയുന്നത് നമ്പർ പ്ലേറ്റ്. ഈ നമ്പർ പ്ലേറ്റ് ശരിക്കും അക്രിലിക് നമ്പർ പ്ലേറ്റോ ഇങ്ങനത്തെ നമ്പർ പ്ലേറ്റോ ഒന്നും ഇപ്പോൾ പാടില്ല. 2019 ശേഷം പഞ്ചിങ്, അതായത് സെക്യൂരിറ്റി നമ്പർ, അങ്ങനത്തെ നമ്പറൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഉള്ളൊരു നമ്പർ പ്ലേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. അതൊരിക്കലും മാറ്റാനും പാടില്ല. ശരിക്കും നമ്മുടെ ഈ നമ്പർ പ്ലേറ്റ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പ്രാവശ്യം വെച്ച് ദൂരാനോ മാറ്റിക്കളയാനോ പാടില്ല. ശരിക്കും പഞ്ചിങ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്പർ പ്ലേറ്റിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി സൈലൻസർ പറയുകയാണെങ്കിൽ, അതായത് സൈലൻസർ, വണ്ടിയുടെ സൈലൻസർ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. സ്റ്റോക്ക് കണ്ടീഷനിലുള്ളത് തന്നെ വെക്കണം എന്നാണ് പറയുന്നത്. അതായത് പെട്രോൾ കാർ, ഡീസൽ കാർ, ഇതിപ്പോൾ പെട്രോൾ കാറാണ്. പെട്രോൾ കാറിന് 80 ഡെസിമലിലുള്ള ശബ്ദമുള്ള ഒരു സൈലൻസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡീസലാണെങ്കിൽ അത് 85 ഡെസിമലാവും. ബാക്കി ഒരു വ്യത്യാസവും പാടില്ല. ഇനി എങ്ങാനും നമ്മുടെ ബുള്ളറ്റിനൊക്കെ ശബ്ദമുള്ളത് ഓൾറെഡി സ്റ്റോക്ക് കണ്ടീഷൻസിലുള്ളത് അങ്ങനെ ഉണ്ടാവും. അത് മാറ്റാനും പാടില്ല, വ്യത്യാസം വരുത്താനും പാടില്ല. അപ്പോൾ ഉള്ള സൈലൻസർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്നതൊന്നും പാടില്ല എന്നാണ് MVD പറയുന്നത്. വണ്ടിയുടെ കളറോ അല്ലെങ്കിൽ സ്റ്റിക്കറോ അത് MVD എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ, അതായത് പ്രശ്നം ഉണ്ടാക്കല്ല, അലൗഡ്. കളർ നമുക്ക് ഏത് കളർ വേണമെങ്കിലും മാറ്റാം, നിങ്ങൾക്ക് ഇഷ്ട കളർ. പക്ഷേ അത് RCയിലേക്ക് മാറ്റണമെന്ന് മാത്രം. അതായത് നിങ്ങൾക്ക് കളർ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ, അതായത് പരിവാഹൻ്റെ സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് നമ്മുടെ വണ്ടി നമ്പർ, OTP സംഭവങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ മാറ്റാവുന്നതാണ്. ഏത് കളർ വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയിലേക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റിക്കർ, ഏത് സ്റ്റിക്കർ വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. കാരണം ഇതൊന്നും വണ്ടിയുടെ ഫങ്ഷണൽ പെർഫോമൻസിനെ മാറ്റുന്നതല്ല. ഫങ്ഷണൽ പെർഫോമൻസിനെ മാറ്റിയാൽ മാത്രമാണ് അവർക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ അതായത് കളറോ സ്റ്റിക്കറോ പ്രശ്നമില്ല. പക്ഷേ സ്റ്റിക്കറുകളിൽ ഭയങ്കര അമിതമായിട്ട് സ്റ്റിക്കർ വരുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവറെ അട്രാക്ട് ചെയ്യും. അവരുടെ ശ്രദ്ധ പോകുന്ന തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അതും സമ്മതിക്കില്ല. അല്ലാതെ സാധാരണ നമ്മൾ ചെറിയ സ്റ്റിക്കറുകളോ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വലിയ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഭയങ്കര അൺറീസണബിൾ എന്നൊക്കെ പറയില്ല, നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണടിച്ച് പോകുന്ന സ്റ്റിക്കേഴ്സൊക്കെ ആണെങ്കിലാണ് അത് ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത. ബാക്കി കളറോ സ്റ്റിക്കറോ ഇതൊന്നും MVDക്ക് പ്രശ്നമല്ല. വണ്ടിയുടെ ഇവിടെ ബമ്പർ വരുന്നതാണ്. ഈ ബമ്പർ വെക്കണോണ്ട് ശരിക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഫങ്ഷണൽ പെർഫോമൻസിനാക്കുന്നില്ല. പക്ഷേ MVD പറയുന്നത് ഈ ബമ്പർ വെച്ചാൽ ഇപ്പോൾ ABS ഉള്ള വണ്ടിയാണെങ്കിൽ ABS വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വണ്ടിക്ക് ABS ഉള്ളതാണ്. അപ്പോൾ ഇതിന് ബമ്പർ വെച്ചാൽ അത് വർക്ക് ചെയ്യില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് അവർ സമ്മതിക്കില്ല. അപ്പം ബമ്പർ വെക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ കൂളിംഗ് ബാറൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഇന്നോവ അങ്ങനത്തെ അല്ലെങ്കിൽ ഇസൂസിൻ്റെ വണ്ടി, അതിൻ്റെ ഫ്രണ്ടിലൊരിത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇടിക്കുമ്പോൾ ഫ്രണ്ടിലൊരു ക്രാഷ് ഗാർഡ് പോലെ. ഇതും വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതും വണ്ടിയുടെ ഈ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റിയും ഫങ്ഷണൽ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ രണ്ട് സംഭവങ്ങളിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ, അതായത് ഇന്റീരിയർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ലൈറ്റോ ഇവിടെ എന്തെങ്കിലും വെക്കുക, അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും കുഴപ്പമില്ല. കാരണം അതൊന്നും വണ്ടിയുടെ ഫങ്ഷണൽ പെർഫോമൻസിനെ ഇതാക്കുന്നില്ല. പക്ഷേ ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് മാറ്റാന്ന് വെച്ചാൽ വേറെ ഒന്നും പറ്റില്ല. പക്ഷേ സ്പോർട്സ് സീറ്റ് തന്നെ ആക്കാനും പറ്റും. ഈ സ്പാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒക്കെ സ്പോർട്സ് സീറ്റ് നമുക്ക് മാറ്റി ഇവിടെ ആക്കാവുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ബാക്കിലത്തെ സീറ്റ്, ഇത് ചില വണ്ടികളിൽ സൈഡിലേക്ക് വെക്കുന്നതൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് ആ സീറ്റ് മാറ്റി വെച്ച് അവിടെ ഓപ്പൺ സ്പേസ് പോലെ
അങ്ങനെ ഇടാം. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും MVDക്ക് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ കൂളിംഗ് ഫിലിം, അതായത് കൂൾ ഫിലിം ഒട്ടിക്കുമ്പോൾ തീരെ ഒട്ടിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ MVD പറയുന്നത്. പക്ഷേ ഒരു പ്രാവശ്യം സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ടായിരുന്നു 30%, 70% ഒക്കെ. പക്ഷേ അതെന്ന് പറയുന്നത് ടിൻഡഡ് ഗ്ലാസ് മാത്രമാണ് ഈ 30%, അതായത് സൈഡിൽ 30%, ബാക്കിൽ 50%, അങ്ങനെ ടിൻഡഡ് ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കൂളിംഗ് ഫിലിമേ ഒട്ടിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ച്, അപ്പോൾ ഉള്ളിലുള്ള ആൾക്ക് ജീവനുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഈ ഒരു വണ്ടി എങ്ങനെ ഞളങ്ങി അങ്ങനെ സൈഡിലേക്ക് ജാമായിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോർ തുറക്കാൻ പറ്റില്ല, ജാമായി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് പൊട്ടിക്കുകയാണ് എപ്പോഴും സേഫ്. ഈ ഗ്ലാസ് പൊട്ടിച്ചാൽ അത് ഇങ്ങോട്ട് ചില്ല് വീഴുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ, ഈ ഹെഡ് റെസ്റ്റിന്റെ ഇവിടെ പിടിച്ച് നമുക്ക് ഇങ്ങനെ പൊക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു സാധനം വെച്ചിട്ട് ഇതിങ്ങനെ ഇടിച്ചു പൊട്ടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. അതായത് ജീവൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ആളെ പുറത്തേക്ക് ഇറക്കാനും പറ്റും. പക്ഷേ ഈ കൂളിംഗ് ഫിലിം ചെയ്ത് ഒട്ടിച്ച സ്റ്റിക്കർ ഒട്ടിച്ച എന്താ ഉണ്ടാന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കറും ഈ പൊട്ടിയത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുള്ളൂ. സ്റ്റിക്കർ പൊട്ടില്ല, കാരണം അത് പ്ലാസ്റ്റിക് ആണല്ലോ, അത് ഒരിക്കലും പോവില്ല. അപ്പൊ അത് നമുക്കൊരു ഉപകാരം, അതൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത്. ഇനി ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ പോലെ ടിൻഡഡ് ഗ്ലാസ് ആണെങ്കിൽ, ഈ ടിൻഡഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ടിൻഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലിൽ മുക്കി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ആണത്. അപ്പൊ അതിൽ കെമിക്കലാണ്, അല്ലാണ്ട് വേറെ സ്റ്റിക്കറോ അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പൊ അത് പൊട്ടിക്കാനും പറ്റും, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഇത് പക്ഷെ അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ് നമ്മുടെ സാധാ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ. അതാണ് എല്ലാവരും ഈ കൂളിംഗ് പേപ്പറിലേക്ക് മീൻസ് കൂളിംഗ് ഫിലിമിലേക്ക് കടക്കാൻ കാരണം. അപ്പൊ ശരിക്കും ടിൻഡഡ് ഗ്ലാസ് മാത്രമാണ് പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഒട്ടിക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉപകാരം മനസ്സിലായി, അതാണ് ഇതിന് ഒരിടത്ത് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ പറഞ്ഞ പോലെ MVD ഇത് സമ്മതിക്കാത്തതിൻ്റെ ഒക്കെ മെയിൻ കാരണം ഞാൻ പറഞ്ഞു, അതായത് വണ്ടിയുടെ ഫങ്ഷണൽ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നും തന്നെ MVD സമ്മതിക്കില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒക്കെ കാരണങ്ങൾ. ചില കാരണങ്ങൾ നമുക്ക് ഇത്തിരി അണ്ടർസ്റ്റാൻഡായിട്ട് തോന്നാമെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കതനുസരിച്ച് നിവൃത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക, എല്ലാവരും അത് അനുസരിച്ച് വണ്ടികൾ കൊണ്ട് നടക്കുക, എന്താ ചെയ്യുക, അങ്ങനെ പറ്റുള്ളൂ. അപ്പം നമ്മളിത് ഇവിടെ കടൽ നോക്കിയിരിക്കുകയാണ്, കടൽ നല്ല കാറ്റുണ്ട്, അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ കാർ അവിടെ കിടക്കുന്നുണ്ട്, അവനും കടൽ കണ്ട് കിടക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനും ഇത് വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ചെയ്യുക. ഒപ്പം തന്നെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.